ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the dimension of four wires of same material are given below. In which wire the increasing length will be maximum when same tension is applied? 4 വയറുകളുണ്ട്. 4 വയറും ഒരേ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ വയറിൽ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും ഡയമീറ്ററും ആയിരിക്കും. അങ്ങനെ 4 വയറിൻ്റെ ലെങ്ത്തും ഡയമീറ്ററും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ 4 വയറുകളും എടുത്ത് ഒരേ ടെൻഷൻ അപ്ലൈ ചെയ്തു 4 വയറിലും. എന്നിട്ട് ഇലോങ്ങേഷൻ ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇത് ലീനിയർ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ y ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കാരണം ഇത് ലീനിയർ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ. ഇതിൽ ഒരേ ഫോഴ്സാണ്, ഒരേ ടെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണ് എല്ലാത്തത്തെയും ഇലോങ്ങേഷൻ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് എഫ് കോൺസ്റ്റന്റ് ആണ്. ഇനി ലെങ്ത് വ്യത്യാസമുണ്ട്. വൈ സെയിം മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് യങ്സ് മോഡുലസും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ എൽ ബൈ ആർ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ് ഡെൽറ്റ എൽ. എൽ ബൈ ആർ സ്ക്വയർ ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഡെൽറ്റ എൽ കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ ഫസ്റ്റ് 100 സെൻറ്റിമീറ്റർ 100 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഇവിടെ സെക്കൻഡിൽ 200 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. ഇവിടെ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ ആണ്, അത് എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യാത്തത്. 300 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 50 ഡിവൈഡഡ് ബൈ 0.5 അങ്ങനെ 1/2 1/2 ഹോൾ സ്ക്വയർ. ഇതെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 50 100/3 33 പോയിന്റ് സംതിങ് വരും. ഇത് 50 ഇൻറ്റു 4 200 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ കൂടിയ ആൾക്കാണ് ലെങ്ത് കൂടുതൽ. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് 2 വയേഴ്സ് എ ആൻഡ് ബി ഓഫ് സെയിം മെറ്റീരിയൽ ഈസ് 1:2 and the ratio of their diameter is 2:1. They are separated by same force, then the ratio of increasing length will be. 2 വയറുകൾ ഉണ്ടായിരുന്നു. 2 വയറിന്റെ ലെങ്ത്തുകളുടെ റേഷ്യോയും ഡയമീറ്ററുകളുടെ റേഷ്യോയും തന്നിട്ടുണ്ട്. ഒരേ ഫോഴ്സ് വെച്ചിട്ടാണ് അവരെ ഇലോങ്ങേറ്റ് ചെയ്യുക. ഒരേ ഫോഴ്സാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇലോങ്ങേഷന്റെ റേഷ്യോ ഇൻക്രീസിങ് ലെങ്ത്തിന്റെ റേഷ്യോ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ എഫ് എൽ ബൈ എ വൈ. വൈ കോൺസ്റ്റന്റ് ആണ്, സെയിം വയർ ആയതുകൊണ്ട്. എഫ് കോൺസ്റ്റന്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എൽ ബൈ എ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ എൽ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ എൽ വൺ ബൈ ഡെൽറ്റ എൽ ടു എന്ന് പറഞ്ഞാൽ എൽ വൺ ബൈ എൽ ടു ഇൻറ്റു ആർ ടു ബൈ ആർ വൺ ഹോൾ സ്ക്വയർ എന്നല്ല വരിക. എൽ ബൈ ആർ സ്ക്വയർ ആണ് പ്രൊപ്പോർഷണാലിറ്റി. എൽ വൺ ബൈ എൽ ടു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1:2. അപ്പോൾ 1/2. ഇത് ഡയമീറ്ററിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഡയമീറ്റർ d/2 അല്ലേ 6. അപ്പോൾ അത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ തന്നെ എടുത്താൽ മതി. 2:1 ആണ്. അപ്പോൾ നമ്മൾ അതിനെ 1/2 എന്ന് എഴുതണം, തിരിച്ചിട്ട് എഴുതണം. കാരണം 2:1 r2 ബൈ r1 ആണ് വേണ്ടത് ഹോൾ സ്ക്വയർ. എന്നാൽ 1/2 ഇൻറ്റു 1/4 1/8 1:8 ആണ് ആൻസർ. ഓപ്ഷൻ സി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഒരു വയറ് യങ്സ് മോഡുലസ് വൈ ഉള്ള ഒരു വയറ് ഒരു സപ്പോർട്ടിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്നു. അതിൻ്റെ ലോവർ എൻഡ് ഒരു എം മാസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ദ ലീനിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദിസ് കേസ്? നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, mg ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് വയർ. ഏരിയ
അതിൻ്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് പൈ ആർ സ്ക്വയർ എന്നായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോഡി ഈസ് ലേയിങ് അറ്റ് എ ഡെപ്ത് h below the surface of liquid of density rho. The hydrostatic stress or volume stress on the body is. അപ്പോൾ ഒരു ലിക്വിഡിലാണ് ഒരു ബോഡി കിടക്കുന്നത്. അത് h ഡെപ്തിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ബോഡിയിൽ സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യാണ്, എല്ലാ ഡിറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷറാണ് അല്ലേ. ഈ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് HρG ആണ്. അതാണ് വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If a rubber ball is taken at a depth of 200 meter in a pool, its volume decreases by 0.01%. The bulk modulus of the material of the rubber is. അപ്പോൾ ബൾക്ക് മോഡുലസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബൾക്ക് മോഡുലസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വോളിയം ഡിക്രീസസ് ബൈ 0.01% എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് 0.01% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ഇനീഷ്യൽ ഇൻറ്റു 100 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ആണ്. അതിൽ ഡെൽറ്റ വി ബൈ വി അവർ തന്നിട്ടുണ്ട് 0.01%. പെർസെൻറ്റേജ് നമ്മൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുക. ഡെൽറ്റ പി എന്ന് പറയുന്നത് HρG ആണ്. ഒരു ലിക്വിഡ് h ഹൈറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് HρG ആണ്. ഡെൽറ്റ പി ഈക്വൽ ടു HρG എന്ന് പറയുമ്പോൾ h 200 ആണ്. ഇൻറ്റു റോ എന്ന് പറയുന്നത് വാട്ടർ ആയതുകൊണ്ട് 10³ ഇൻറ്റു G 10 ഡിവൈഡഡ് ബൈ 0.01 10⁻² ഡിവൈഡഡ് ബൈ 100 മുകളിലേക്ക് വരും ഇൻറ്റു 10⁻². അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 10⁻10 എന്ന് പറഞ്ഞ ആൻസർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the potential energy of a string is V on stretching it by 2 cm, then the potential energy when it is stretched by 10 cm will be. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് സ്പ്രിങ് ആയാലും സ്ട്രിങ് ആയാലും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക്. ഇത് നമ്മുടെ ഇക്വേഷൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ W = ½ എന്നാണ്. അപ്പോൾ W പ്രൊപ്പോർഷണൽ ടു x² ആണ്. ഇലോങ്ങേഷൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. ഇവിടെ ഒരേ വയറിനെ 2 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും നീക്കുന്നത് കൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നത്. അതല്ല വ്യത്യസ്ത വയറുകളെയോ അല്ലെങ്കിൽ ഒരേ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെയും എക്സും F = kx എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്താൽ വേറെ ഫോർമാറ്റിലുള്ള ഇക്വേഷനുകൾ കിട്ടും വിത്ത് സെയിം ഫോഴ്സ്. ഇവിടെ സെയിം കെ ആണ്. ഒരേ സാധനത്തിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരേ മെറ്റീരിയൽ തന്നെ നീട്ടുന്നത് കൊണ്ട് കെയും എക്സും വരുന്ന റിലേഷൻ ഉപയോഗിക്കണം. അപ്പോൾ W പ്രൊപ്പോർഷൻ ടു x² എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് V ആയിരുന്നു. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇലോങ്ങേഷൻ 2². പിന്നെ V' ആയപ്പോൾ 10 സെൻറ്റിമീറ്റർ ആയി ഇലോങ്ങേഷൻ. V by V' equal to 2/10² ഇത് 5 1/5 എന്ന് പറഞ്ഞാൽ 1/25. V' equal to 25B എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ക്യൂബ് ഓഫ് അലുമിനിയം ഓഫ് സൈഡ് 0.1 meter is subjected to a shearing force of 100 Newton. The top of the cube is displaced through 0.02 centimeter with respect to the bottom face. The shearing strain is. ഒരു അലുമിനിയം ക്യൂബ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗം ഫിക്സ് ചെയ്ത് മുകളിൽ ഒരു അപ്പർ ഫേസിന് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് 100 ന്യൂട്ടൺ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ കാണാനാണ്. അത് നമുക്കറിയാം. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. തീറ്റ ചെറുതാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു x/L. ഇതിലെ x എന്ന് പറയുന്നത് അപ്പർ ഫേസ് എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. L എന്ന് പറയുന്നത് സൈഡ് ഓഫ് ക്യൂബ്. x എന്ന് പറയുന്നത് 0.02 × 10⁻². L എന്ന് പറയുന്നത് 0.1 മീറ്റർ. നമുക്ക് കിട്ടുന്നത് 2 × 10⁻⁻².
അടുത്ത ക്വസ്റ്റ്യൻ. A wire of length L and radius R hung from a support. A force F is applied on it. There is no change in volume. Then find Poisson's ratio. ഒരു ഫോഴ്സ് കൊടുത്തു, ചേഞ്ച് ഇൻ വോളിയം ഇല്ല, അങ്ങനെയാണെങ്കിൽ പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ഒരു വയറിന്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എൽ ആണ്. അതൊരു സിലിണ്ടർ പോലെ കൺസിഡർ ചെയ്താൽ പൈ ആർ സ്ക്വയർ എൽ ആണ് കിട്ടുക. ഇനി നമ്മളിതിൽ എറർ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു പൈയിൽ എറർ ഇല്ല, 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് കിട്ടുക. ഇതറിയാം ഡെൽറ്റ വി 0 ആണ്, ചേഞ്ച് ഇൻ വോളിയം ഇല്ല എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 0 ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. നമുക്കറിയാം പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ്. അപ്പോൾ ഇത് 1/2 ഇങ്ങോട്ട് പോകും. 1/2 ഈക്വൽ ടു 0.5 എന്ന ആൻസർ കിട്ടും. ഇതാണ് പോയിസൺസ് റേഷ്യോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The hollow end of a cylinder of length L and radius R is attached to a disc. The upper end is fixed when the disc is twisted through an angle phi. The shearing strain produced in the cylinder is. ഒരു സിലിണ്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിന്റെ ലോവർ എൻഡിൽ ഒരു ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പർ എൻഡ് ഫിക്സഡ് ആണ്. ലോവർ എൻഡ് ഫൈ എന്നൊരു ആംഗിൾ തിരിച്ചു കഴിഞ്ഞാൽ അപ്പർ എൻഡ് അതുപോലെ തിരിയൂല. ലോവർ എൻഡ് തിരിയുന്നത് പോലെ അപ്പർ എൻഡ് തിരിയൂല. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും തിരിയുക. അപ്പർ എൻഡ് ഇവിടെ ഫിക്സഡ് ആണ്, അതിൽ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് ഓരോ സെപ്പറേഷനിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ചിത്രത്തിലുള്ളതുപോലെ ആയിരിക്കും തിരിയുന്നത്. അപ്പോൾ ലോവർ എൻഡ് ഫൈ തിരിച്ചപ്പോൾ അപ്പർ എൻഡിൽ ഒരു ഷിയറിംഗ് സ്ട്രെയിൻ, ഒരു ഷേപ്പ് ചേഞ്ച് ഉണ്ടായി, അതാണ് തീറ്റ. ആ തീറ്റ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് റിലേഷൻ ഉപയോഗിക്കാം. ആർക്ക് ലെങ്ത് രണ്ടുപേർക്കും കോമൺ ആണ്. ഇവിടെ ഇങ്ങനെ ഒരാളുമുണ്ട്, ഇങ്ങനെ ഒരാളുമുണ്ട്. ആർക്ക് ലെങ്ത് രണ്ടുപേർക്കും കോമൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിസ്കിന്റെ ഭാഗത്ത് ഡിസ്കിന്റെ റേഡിയസ് ഇൻറ്റു ഫൈ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ആണ്. ഇനി സിലിണ്ടറിന്റെ ഭാഗത്ത് ഇതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ആർക്ക് ലെങ്ത് കോമൺ ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ എൽ എന്നാണ് വരുന്നത്, ഇൻറ്റു തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ ആർ ഫൈ ഈക്വൽ ടു എൽ തീറ്റ, തീറ്റ ഈക്വൽ ടു ആർ ഫൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The stress strain graph of two wires shown below. YA is to YB is. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് യങ്സ് മോഡുലസ്. സ്ലോപ്പ് ആവുമ്പോൾ YA is to YB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് tan തീറ്റ A by tan തീറ്റ B അല്ലേ. അപ്പോൾ tan 30 by tan 60. tan 30 എന്ന് പറഞ്ഞാൽ 1/√3, tan 60 എന്ന് പറഞ്ഞാൽ √3. അപ്പോൾ 1/3 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The load elongation graph of four wire of same length are shown below. ഇത് ലോഡ് ഇലോങ്ങേഷൻ വയറാണ്. ഇതാണ് ലോഡ്. ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ കൊടുത്തിരിക്കുന്നു. വിച്ച് വൺ ഹാസ് മോർ യങ്സ് മോഡുലസ്? ഇതിൽ ആർക്കാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വേഷനിൽ സ്ലോപ്പ് എന്നുള്ള ഐഡിയനെ കൊണ്ടുവരണം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ എന്നുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ ഡെൽറ്റ എൽ ബൈ എഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്, എഫ് ബൈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ 1 സ്ലോപ്പ് ആണ്. സെയിം ലെങ്ത് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഏരിയനെ സംബന്ധിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 സ്ലോപ്പ്, y പ്രപ്പോർഷൻ ടു 1 സ്ലോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടുമ്പോൾ y കുറയും. അതിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് ടാൻ തീറ്റ ഏറ്റവും കൂടിയ ആൾ എ ആണ്, അയാൾക്ക് y കുറവായിരിക്കും. ഡി എന്ന് പറഞ്ഞ ആൾക്കാണ് യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതലുള്ളത്, ഡിക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The force required to break a steel wire of length L and radius R is F. The force required to break another steel wire of length 3L and radius 2R is.
എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. അത് എത്ര റേഡിയസ് ഉള്ളത് എടുത്താലും കോപ്പറിന്റെ വയറാണെങ്കിൽ ആ മെറ്റീരിയലിന് ബ്രേക്കിംഗ് സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്. നമ്മളോട് ബ്രേക്കിംഗ് ഫോഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്. ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്കറിയാം. ആദ്യം ഫോഴ്സ് എഫ് ആയിരുന്നപ്പോൾ ഏരിയ റേഡിയസ് ആറാണ്, ഏരിയ പൈ ആർ സ്ക്വയർ ആവും ഈക്വൽ ടു രണ്ടാമതുള്ള എഫ് ഡാഷ് എന്ന് കൊടുത്തു. അപ്പോൾ ഏരിയ 2r ആണ്. 2r ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r സ്ക്വയർ. r സ്ക്വയറും r സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ എഫ് ഡാഷ് ഈക്വൽ ടു 4f എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇലോങ്ങേഷൻ ഡ്യൂ ടു ഓൺ വെയിറ്റ്. ഒരു മെറ്റീരിയൽ ഒരു സപ്പോർട്ടിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മൊത്തം വെയിറ്റ് ഇതിന്റെ സെന്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വന്തം വെയിറ്റ് കാരണം അത് ഇലോങ്ങേറ്റ് ചെയ്തേക്കാം. അങ്ങനെ സ്വന്തം വെയിറ്റ് കൊണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇലോങ്ങേഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ എന്നാണ് നമ്മൾ ഇക്വേഷൻ. ഇതിൽ മൊത്തം മാസ് ആക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് മാസിലാണ്. ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ L/2 ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. കാരണം സെന്റർ ഓഫ് മാസിന്റെ അടുത്ത് അതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. യങ്സ് മോഡുലസ് y. ഇതാണ് ഇലോങ്ങേഷൻ ഡ്യൂ ടു ഓൺ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The elastic limit of metallic wire is 10⁻12 Newton per meter square. What is the minimum radius of cross section of this wire to lift a load of 10⁵ kilogram? നമുക്കറിയാം വർക്കിംഗ് സ്ട്രെസ് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് എത്രയാണോ വർക്ക് ചെയ്യേണ്ട വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ മിനിമം കണ്ടീഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് കൊടുത്തു. അപ്പൊ നമുക്കറിയാം ലോഡ് പൊക്കേണ്ടത് അത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 10⁵ കിലോഗ്രാം. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് 10⁵ mg ഡിവൈഡഡ് ബൈ ഏരിയ ഈക്വൽ ടു ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് 10⁻12 ആണ്. അപ്പോൾ 10⁻6ഉം 10⁻12ഉം 10⁻⁻6 എന്ന് വരും. 10⁻⁻6 മീറ്റർ സ്ക്വയർ ആയിരിക്കണം മിനിമം ആ ട്രെയിനിന്റെ ഏരിയ. ട്രെയിൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ അലുമിനിയം റോഡ് അതിന്റെ യങ്സ് മോഡുലസ് 7 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ has breaking strain of 0.2%. The minimum cross sectional area of road in order to support a load of 10⁻4 Newton. 10⁻4 Newton സപ്പോർട്ട് ചെയ്യാൻ മിനിമം ഏരിയ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ബ്രേക്കിംഗ് സ്ട്രെയിൻ ആണ് തന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിൻ ആണ്. അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ബ്രേക്കിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് y ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ബ്രേക്കിംഗ് സ്ട്രെസ് കിട്ടും. ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഇതിന് വേണ്ടത് ലോഡ് 10⁻4 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അതിനാവശ്യമുള്ള ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റയും ഇതൊന്ന് കിട്ടും. ബ്രേക്കിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ബ്രേക്കിംഗ് സ്ട്രെയിൻ. ബ്രേക്കിംഗ് സ്ട്രെസ് ആണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു ബ്രേക്കിംഗ് സ്ട്രെയിൻ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 7 × 10⁻9 ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.2% ആണ്. 0.2 ഡിവൈഡഡ് ബൈ 100 എന്നാൽ 10⁻7 2 10⁻6 14 × 10⁻6 എന്ന് വരും. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻4 ന്യൂട്ടനെയാണ് അതിന് പൊക്കേണ്ടത് ഡിവൈഡഡ് ബൈ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 14 × 10⁻6 എന്ന് വരും. 10⁻2 ഡിവൈഡഡ് ബൈ 14.
10⁴, 14 into 750, 7 49 7 into 10 7 point something into 10⁻⁴ എന്ന് വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ഓഫ് ടു string is 1:2 when it is stretched by same force, then the ratio of spring constant എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വർക്ക് ഡൺ ആണ്, വർക്ക് ഡണ്ണിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വേണം, അതുപോലെ തന്നെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ വേണം. നമുക്കറിയാം W=12kx² ആണ്. ഇതിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇലോങ്ങേഷൻ ആണ്, നമുക്ക് ഫോഴ്സും സ്പ്രിംഗ് കോൺസ്റ്റന്റുമാണ് വേണ്ടത്. അപ്പോൾ F=kx എന്ന് കൊടുത്താൽ ഇവിടെ kക്ക് F=kx, kന്റെ സ്ഥാനത്ത് F/x എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ½ into F/x into x² എന്ന് വരും. അപ്പോൾ ½ into Fx ഇത് ഫോഴ്സ് ഇലോങ്ങേഷൻ റിലേഷൻ ആണ്, നമുക്ക് ഫോഴ്സ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിനെ F²/k² എന്ന് എഴുതി കഴിഞ്ഞാൽ F²/k² into k into ½ F²/k എന്ന് കിട്ടും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് F²/k പ്രൊപ്പോർഷൻ ആണ്. ഇത് സെയിം ഫോഴ്സ് ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ 1/k ആണ് പ്രൊപ്പോർഷണൽ. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ റേഷ്യോ 2:1 ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇക്വേഷൻ, സ്ട്രെസ്സുകൾ, 3 സ്ട്രെസ്സുകൾ, 3 സ്ട്രെയിനുകൾ, 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റികൾ, റിലേഷൻ, ആപ്ലിക്കേഷൻ.